ഏപ്രിൽ 9-നാണോ ഇലക്ഷൻ? യെസ്. കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് കുറെ പേരൊക്കെ ഔട്ടായി. പിന്നെ ഇപ്പോ 18 വയസ്സത്തേക്ക് തന്നെ കുറെ ആൾക്കാരും ഉണ്ട്. ഇവർക്കൊന്നും ഇത്തവണത്തെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അതങ്ങനല്ലേ നിഷാൻ, അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. അതിന് ഇപ്പോൾ ഒരു അവസരമുണ്ട്. അത് രണ്ട് രീതിയിലാണ് നമുക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കുന്നത്. ഒന്ന്, നമ്മള് ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് അതിൽ ഫോം 6 സെലക്ട് ചെയ്യണം. അതിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഓരോ ബൂത്തിലും ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉണ്ട്. ആ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ സഹായത്തോടെയൊക്കെ നമുക്ക് അപേക്ഷകൾ അയക്കാം. അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് അപേക്ഷകൾ അയച്ച് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ തീരെ സമയമില്ല. സാധാരണ നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാണോ അതുതന്നെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനുള്ള അപേക്ഷകൾ അയക്കുന്നതിനുള്ള അവസാന തീയതി. നമ്മുടെ നാട്ടിൽ അത് മാർച്ച് 23-നാണ്. തീരെ സമയമില്ല, പെട്ടെന്ന് തന്നെ അപേക്ഷകൾ അയക്കണം. പിന്നെ സംശയം, അപ്പൊ ഈ അപേക്ഷ അയക്കാൻ രേഖകളൊന്നും കൊടുക്കണ്ടേ? നമ്മൾ ഓൺലൈനായിട്ടാണ് കൂടുതലും അപേക്ഷിക്കുന്നത്. അപ്പൊ അതിന് അങ്ങനെ അപേക്ഷകൾ അയക്കുമ്പോൾ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉറപ്പായും വേണം. അതിനൊപ്പം നമ്മുടെ വയസ്സും അഡ്രസ്സിനെയും സാധൂകരിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയും കൂടെ സമർപ്പിക്കണം. ഇത്രയും മതി നമുക്ക് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാം. അതെ, അപ്പോൾ മാർച്ച് 23-നാണ് അവസാന തീയതി. എല്ലാവരും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ അയച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുക. വോട്ട് അവകാശം എന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.